ബട്ടർ ചിക്കൻ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും കേട്ടോ, ഇങ്ങനെ ഒരു തവണ വെച്ച് നോക്കിയാൽ. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ വിത്ത് ബോണോട് കൂടിയ ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കനെ ഒന്ന് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 20-25 മിനിറ്റെങ്കിലും നമ്മൾ മിനിമം നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഇതുപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിപ്പമുള്ള ഒരു തക്കാളി, പിന്നെ കാഷ്നട്ട് ഒരു 20-25 എണ്ണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, പിന്നെ ഫ്രഷ് നമ്മുടെ ക്രീം, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടറാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാനിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ സവാളയൊക്കെ നമുക്ക് ഇതിലേക്ക് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പൊ ബട്ടർ എന്തായാലും നമുക്ക് വേണം, ബട്ടർ ചിക്കൻ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടണം, കാരണം പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കുത്തൽ വരും കേട്ടോ. ഈ എന്താ പറയാ, നമ്മുടെ ഈ സവാളയുടെ ഒക്കെ ഒരു പച്ചച്ചോ ഒരു കുത്തൽ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ വഴണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കത്തുള്ളൂ. അപ്പൊ നല്ലപോലെ ഇത് വഴറ്റി നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും നല്ലപോലെ വഴണ്ടണം. വഴറ്റിയിട്ടും ശേഷം മാത്രമേ നമുക്ക് ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്രത്തോളം വഴറ്റി കിട്ടുന്നോ അതാണ് ഇതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നല്ലപോലെ വഴറ്റി എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കണ്ടില്ല, ഇതുപോലെ നല്ലപോലെ വഴണ്ട് അത് ഉടഞ്ഞിരിക്കണം കേട്ടോ. സവോളയൊക്കെ നല്ല കളറായിട്ട് നല്ല വഴണ്ട് നല്ല കളറൊക്കെ മാറിയിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കണം. കാഷ്നട്ട് എത്രയും കൂടുതൽ എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഈ കാഷ്നട്ടൊക്കെയാണ് ഇതിന്റെ ഒരു ബട്ടർ ചിക്കന്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിർത്തുന്നത്. അപ്പൊ നമുക്ക് കാഷ്നട്ടൊക്കെ കൂടുതൽ എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എത്രയും എടുക്കുന്നോ അത്രയും നല്ലത്. അപ്പൊ ഞാനൊരു 25 എണ്ണത്തോളം കാഷ്നട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട്. അപ്പം ഇത് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത്രയും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊന്ന് ചൂടാറാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിത് നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല ഫ്രൈ എന്ന് പറയുമ്പോൾ വെന്തിട്ട് തന്നെ നമുക്ക് എടുക്കണം, അല്ലാതെ നമ്മുടെ ചെറിയ ഒന്ന് ഷാഡോ ഫ്രൈ അല്ല ചെയ്യുന്നത്. നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ നമ്മൾ നല്ലപോലെ ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പല കൂട്ട് നമുക്കിത് ഈ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരച്ച് എടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് ആയിട്ട്, വെള്ളം ഒന്നും ചേർക്കേണ്ട, നല്ല പേസ്റ്റ് ആയിട്ട് തിക്കായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കിട്ടും നമുക്ക് അതിന്റെ ബാറ്റർ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനകത്തോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു ശകലം ഒരു ഇച്ചിരി പൊടിക്ക് മാത്രം ഞാൻ ഒരു ചൂടുവെള്ളം ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 പീസ് ബട്ടറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു സ്പൂണിനടുത്തോളം നമുക്കൊരു ഫ്രഷ് ക്രീമും കൂടെ യൂസ് ചെയ്യാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ബട്ടർ എന്തായാലും മിസ്സാക്കാൻ പാടില്ല, ബട്ടർ എന്തായാലും വേണം കേട്ടോ. അപ്പൊ അതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി, നമ്മൾ റെസ്റ്റോറന്റിൽ എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ ബട്ടർ ചിക്കൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.